ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. ഇപ്പോൾ സമയം ഒരു ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. ഇത്ര നേരമായിട്ട് ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത്ര നേരം വിശക്കുന്നുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ വിശന്ന് തുടങ്ങി. അപ്പോൾ പിന്നെ വേറെ നിവർത്തിയില്ല, പോയി വാങ്ങാന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല ഞങ്ങൾക്ക്. സംഭവം നമ്മളിന്നൊന്നും വെക്കാണ്ടിരുന്നത് നമുക്ക് വെള്ളം ഉണ്ടായിരുന്നില്ലെന്ന്. അത് കാരണമാണ് നമ്മളിന്നൊന്നും വെക്കാണ്ടിരുന്നത്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ സൺഡേ ആണെങ്കിൽ നമ്മൾ രാവിലെ തൊട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം പ്രിപ്പയർ ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്ന് വെള്ളം ഉണ്ടായിരുന്നില്ല, കുക്കിങ്ങിനുള്ള വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് വെക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് വിശപ്പുണ്ടായിരുന്നില്ല ആ സമയത്ത്, അതുകൊണ്ട് വലിയ കാര്യത്തിൽ നമ്മൾ മൈൻഡാക്കിയില്ല. പക്ഷെ ഇപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ചന്ദന സുധീർ ഇപ്പോൾ ഹാപ്പിയുടെ വണ്ടി എടുത്തിട്ട് നമ്മളിപ്പോൾ പോവാണ്. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് കറിയൊക്കെ വെച്ച് ചോറൊക്കെ വെച്ചിട്ട് അങ്ങനെ കഴിക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ കടകളൊക്കെ തുറന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഇതാണ് ഞങ്ങൾ പഠിക്കുന്ന ആചാര്യ കോളേജ്. ബോൺലെസ് ചെസ്റ്റ് പീസ്. ആഹാ, അതോ നമുക്ക് തന്നെ അല്ല, ഇത് തന്നെ അത് കുഴപ്പമില്ലല്ലോ. ഗൈസാണ് ഞങ്ങൾ ചിക്കൻ വാങ്ങാനാണ്. 100 rupeesനുള്ള ചിക്കനാണ് വാങ്ങണത്. 380 gram. ഓക്കെ. മനസ്സിലാവുന്നില്ല ഗൈസ്. അത് വാങ്ങിയടി. താങ്ക് യു. ₹23 ഗൈസ്. അങ്ങനെ വെള്ളം എടുക്കാൻ വന്നേക്കാണ്. നമ്മൾ ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുക. കോയിൻ ഇടണമെങ്കിൽ കോയിൻ ഇടാം, അതല്ലാണ്ട് നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ വെള്ളം ഇങ്ങനെ ഇത് വെച്ച് കൊടുത്താൽ മതി. ഫ്രണ്ടാണ്. ഹീസ് എ കന്നഡ ബോയ്. യാ, I have started one YouTube channel, new one, Mingle with Twinkle. Have you subscribed to that channel? Yes. അങ്ങനെ ഞങ്ങള് വെള്ളം ഏറ്റി വന്നു. ഇനി ആ ബിൽഡിങ്ങിൽ 3rd floor വരെ കയറ്റണ കാര്യം ആലോചിക്കുമ്പോഴാണ് മടിയാവുന്നത്. കിട്ടിയ ചിക്കനാണ് കഴിച്ചത്. 380 gram. ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉള്ളി, വേപ്പിലി, അങ്ങനെ സാധാ ഒരു മാഗ്നേഷൻ ആണ് ചെയ്തിരുന്നത്. സോ ഗൈസ്, ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സബോളയും ഒരു സബോളയുടെ പകുതി, പിന്നെ 2 പച്ചമുളക്, ഇത്രയും പോകുന്നൊരു ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി. അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മൾ അരിയാനുള്ളത്. ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇത് വേഗം അരിഞ്ഞിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം. ചോറ് നമ്മൾ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ചോറ് നമ്മൾ അരി ഇട്ടിട്ടില്ലാട്ട് ചന്ദന സുധീർ. ചോറ് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് തന്നെ ആയിക്കോളും. ബാക്കി വേഗം ചെയ്ത് തീർക്കട്ടെ. ഇങ്ങനെ വെറൈറ്റി ടൈപ്പ് കർണാടക സ്റ്റൈലിൽ വെളുത്തുള്ളിയാണെന്ന് തോന്നുന്നു. എന്താന്ന് മനസ്സിലാവുന്നില്ല ഗൈസ്. ഈ കളറിലാണ് കേടായിട്ടാണോ? ഇതെല്ലാ വെളുത്തുള്ളി എന്ത് ഈ കളറ്? പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. നമുക്കിടാം. ചീഞ്ഞതാണോ? മഴക്കില്ലേ വെളുത്തുള്ളി ഈ കളർ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നോക്ക്, കളയണ്ടീ. കളയണം, ഇടാം. അപ്പൊ നമ്മൾ ചിക്കൻ കറിക്കുള്ള സബോളയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ സബോള ഇട്ടിട്ടുണ്ട്. ഗൈസ്, സബോള വാടി വരുന്നു.
ഗൈസാണ് ഞങ്ങൾ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഞങ്ങൾ മൂടി വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചിക്കൻ കറി റെഡിയാവും. ലാസ്റ്റ് ഫൈനലി ഞങ്ങൾ അങ്ങനെ ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കി, ചോറൊക്കെ റെഡിയായി, എല്ലാം സെറ്റായി അല്ലേ? യെസ്. അപ്പൊ ഇനി കഴിക്കാൻ പോവാണ്. അപ്പൊ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് നമ്മളൊന്നൊരു ഫുഡ് കഴിക്കുന്നത്. സംഭവമാണ് ചന്ദനകുതിന്റെ തലരിച്ചിരി വേണേ കാണിച്ചോ. ഞാൻ വെളുത്തുള്ളി കഴിച്ചു. ചിക്കൻ പീസുകളൊക്കെ ഇഷ്ടം അതായത് ഗ്രേവിയാണ്. എനിക്ക് കുറെ ഗ്രേവിയാണ് കിട്ടേണ്ടത്. 1-2 ചിക്കൻ പീസ് ഉണ്ടെങ്കിലും എനിക്കത് മതി. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ ഗൈസ്, ആസ്വദിച്ചൊന്ന് ഇരുന്ന് കഴിക്കട്ടെ. അങ്ങനെ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞു. അങ്ങനെ എല്ലാം ശുഭം. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.